അടുത്ത ജൂനിയേഴ്സ് വരുമ്പോൾ നമ്മൾ റാഗ് ചെയ്യില്ല, നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യില്ല എന്ന്. ജൂനിയേഴ്സിൽ വളരെ കുറച്ച് ആൾക്കാരുമായിട്ടേ സൗഹൃദം ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്ന ഒരേ ഒരാളായിരുന്നു ഈ നിൽക്കുന്നത് റാനിയ. എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സീനിയർ ജൂനിയർ റിലേഷനെ ആയിരുന്നില്ല ഞങ്ങൾ തമ്മിൽ. നല്ലൊരു ടീച്ചറാണ് കേട്ടോ റാനിയ, സീരിയസ്ലി നല്ലൊരു ടീച്ചറാണ്. ആൻ അമേസിംഗ് ഡാൻസർ. നിങ്ങൾ കാണുന്ന ഒരു ക്ലാസിക്കൽ സ്റ്റൈൽ അല്ലാതെ വേറൊരു സ്റ്റൈലും കൂടെ ഉണ്ട് പുള്ളിക്കാരിയുടെ കയ്യില്. സീരിയസ്ലി ഒരുപാട് സന്തോഷം ഡിയർ. സോ ഹാപ്പി ഫോർ യു, സോ പ്രൗഡ് ഓഫ് യു. എനിക്ക് ഓർമ്മയുണ്ടോ, നീ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്റ്റഡി റൂമിൽ ഇടയ്ക്ക് നമ്മളിരുന്ന് പഠിക്കുന്ന സമയത്ത് ഒച്ച എടുക്കുന്നതിന് നമ്മളെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അപ്പൊ ഇതിന്റെ ചിരി കൊണ്ടാണ് പകുതി സമയത്തും നമ്മളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. ചിരി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നിർത്തൂല. അങ്ങനെ ഇറക്കി വിട്ടിട്ട് നേരെ ഞങ്ങൾ പോകുന്ന റാനിയുടെ റൂമിലേക്കാണ്. ഞാൻ റാനിയോട് ഇരുന്ന് ഭയങ്കര വർത്താനം. അപ്പൊ ഞാൻ പറയും, എനിക്ക് ഇങ്ങനെ ഓഡീഷനൊക്കെ പോകുന്നുണ്ടാ, എനിക്ക് സിനിമയിലൊക്കെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. ആണോ ചേച്ചി? അപ്പം ചേച്ചി അഭിനയിക്കാൻ പോകണം ചേച്ചി, എനിക്കും കുറെ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് ചേച്ചി, പക്ഷെ എനിക്ക് പോകാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ല ചേച്ചി എന്നൊക്കെ പറയും. ചേച്ചി സിനിമ നടിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണണോട്ടോ ചേച്ചി എന്ന് പറഞ്ഞു. ബട്ട് ലുക്ക് അറ്റ് യു, ഇപ്പോ റാനിയുടെ ആദ്യത്തെ സിനിമയുടെ ഒരു സക്സസ് സെലിബ്രേഷന് എനിക്ക് റാനിയുടെ കൂടെ നിൽക്കാൻ സാധിച്ചു. ഐ ആം സോ പ്രൗഡ് ഓഫ് യു ആൻഡ് ലവ് യു സോ മച്ച്. ആൻഡ്